ഖത്തറിൽ പുകയിലയുടെയും സിഗരറ്റിന്റെയും ഇറക്കുമതിയും വിൽപ്പനയും നിയന്ത്രിക്കുന്നു. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ കരട് തീരുമാനത്തിന് ഖത്തർ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഖത്തറിലെ ബാങ്കിൽ നിന്ന് 61 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ മലയാളി ED കസ്റ്റഡിയിൽ. കണ്ണൂർ സ്വദേശി ഇസ്മായിൽ ചക്കരത്താണ് അറസ്റ്റിലായത്. കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഡിസംബർ 10 വരെ റിമാൻഡ് ചെയ്തു. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ആഭ്യന്തര മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ക്രമരഹിതമായ മാർച്ചുകൾ, ഒത്തുചേരലുകൾ എന്നിവ സംഘടിപ്പിക്കരുതെന്നും പങ്കെടുക്കരുതെന്നും നിർദ്ദേശം. സൗദി അറേബ്യയിൽ വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 900 റിയാൽ വരെ പിഴ. വാഹനമോടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റുമെന്നും അപകട സാധ്യതയിലേക്ക് നയിക്കുമെന്നും മുന്നറിയിപ്പ്. സൗദിയിൽ ഭിക്ഷാടന നിരോധന നിയമപ്രകാരം 2 ഇന്ത്യക്കാർ അറസ്റ്റിൽ. ട്രാഫിക് സിഗ്നലിൽ ഭിക്ഷ യാചിക്കുന്നതിനിടെയാണ് അറസ്റ്റ്. വയനാടിന്റെ MP-യായി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളീയ വേഷത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി നവംബർ 30-ന് വയനാട്ടിലെത്തും.